ഞാനിപ്പോൾ നിൽക്കണത് തിരുപ്പൂർ രാംരാജ് കോട്ടൻ്റെ കമ്പില്ല. രാംരാജ് മറ്റേ കോട്ടൺ മുണ്ട് ഷർട്ട് ഒക്കെ ഉള്ള കമ്പില്ലേ. ലോഡ് കയറ്റി പകുതി ആയിട്ടുള്ളൂ, ഇനി കയറ്റാണ്ട് അതിന് കോടാണ്. ഞാൻ അതിനല്ല ഇത് വീഡിയോ ഇട്ടത്. ഇത് അവരെ കമ്പനി കേട്ടോ, ഈ കിടക്കുന്ന ഐഷർ കമ്പനി വണ്ടിയാണ്. ഇതവിടെ ഇരിക്കണ്ട, ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ. കുറേ ഉണ്ട് കേട്ടോ അവിടെ. സ്ത്രീകളാണ്, അവർ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കണ്ട ആ ഇതിൽ ബൈക്കൊക്കെ ഇരിക്കുന്നതിനകത്ത് സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് അവരെ കറി ഇവർ ഷെയർ ചെയ്ത്, ഇവരെ കറി അതിൽ ഷെയർ ചെയ്ത്, അതിലെല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും ഉണ്ട് അതിൽ. സ്നേഹം അതാണ്. അതായത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അങ്ങനെയാവണം ഈ രാജ്യം. അല്ലാതെ അവനിങ്ങനെയാണ് എന്നല്ല പറയുക. ഒരാൾ വീഴുമ്പോൾ അവനെ ചവിട്ടിത്താത്തല്ല ചെയ്യേണ്ടത്, അവനെ പൊക്കി കയറ്റാൻ നോക്കുക. അതാണ് ലൈഫിൽ വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഞമ്മ മാന്യനാവല്ല ചെയ്യേണ്ടത്. ഞമ്മ ഒരാൾ വീണിട്ടുണ്ടോ അവനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ആ ചേച്ചിമാരൊന്ന് ഭക്ഷണം കഴിക്കണണ്ട എന്തൊത്തൊരുമോട് കൂടി നോക്കിയാൽ ഇല്ലേ? അതുപോലെ ആവണം നമ്മളെല്ലാവരും. അങ്ങനെ ആവണം. അതാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു എന്നിട്ട് പറയുക, നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ ഇതുകൾ അതിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഓണം വിഷുവിനൊക്കെ ചെന്ന് നമ്മളെ കൂട്ടുകാരന്മാരുടെ വീട്ടിലൊക്കെ ചെന്ന് ഭക്ഷണം കഴിക്കൽ, അതുപോലെ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ അവരെൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കൽ, അതൊക്കെ ഭയങ്കര, അതൊന്നും മറക്കാൻ പറ്റില്ല. അതൊക്കെ ഇനി ഈ ഒച്ചയും ബഹളത്തിൻ്റെ ഇടയിലൊക്കെ നടക്കുമോ എന്നറിയില്ല. ഓരോ പ്രശ്നങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ നടക്കണത്. ഇന്ത്യമാരായത് എന്താ ചെയ്യുക? ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആയിട്ട് ഓരോ കാണിച്ചു കൂട്ടുമ്പോഴേ എന്നാ ചേച്ചിമാരെ എന്ത് ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കണം നോക്കി. അവിടെ ഇരുന്ന് നിലത്തിരുന്ന് അവർ കൊണ്ടുവന്ന ചോറ്, അപ്പുറത്ത് ചേച്ചിയുടെ ചോറ്, അതിൽ നിന്ന് കറികൾ ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ കാലത്ത് തന്നെ ഇന്നലെ ഞാൻ റൈസ് മേടിച്ചു. അതിന് തക്കാളിയുടെയും മുളകിൻ്റെയും എസൻസിൻ്റെ ഇതുണ്ടായിരുന്നു, ചെറിയ പാക്കറ്റുകൾ. അത് തക്കാളി ഞാൻ എടുത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. ഇതിന് വരുന്ന യൂണിഫോം കിട്ടാണ്, ഈ കമ്പനിയിലെ യൂണിഫോമാണ്. എന്നിട്ട് ഞാനത് കാലത്തൊരു ചേച്ചി കൊടുത്തു. അണ്ണി ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് പൊട്ടിച്ച് പടച്ചോ എന്ന് പറഞ്ഞിട്ട് ആ അണ്ണി അങ്ങോട്ട് വാങ്ങി. എപ്പോഴാണ് യൂണിഫോം ഇട്ടിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവർ ഓരോരുത്തരായിട്ട് എനിക്ക് പോകണം. ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് ഉള്ളിലൊരു സന്തോഷം വരുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങൾ. ഇങ്ങനെയാവണം പടച്ചവനെ ഈ ലോകം, ഇങ്ങനെ ആയിരിക്കണം എന്ന് ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നൊരു കാലം. ഇല്ലെങ്കിൽ പഴയ യുഗത്തിലേക്ക് പോകും. ബ്രിട്ടീഷുകാർ അങ്ങനത്തെ സ്റ്റേജിലൊക്കെ പോവാണ്. അല്ല, ഓരോരുത്തരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോന്ന് കുത്തിപ്പൊളിച്ചെടുക്കുകയാണ്. അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. വീണ്ടും നമ്മുടെ ഡോക്ടർ അരുകുമാർ പറഞ്ഞ മാതിരി യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാലഘട്ടങ്ങളായി കാണുന്നത്, വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണേ. വരാതിരിക്കട്ടെ അങ്ങനത്തെ ഒരവസ്ഥകൾ എന്നാണ്. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവരും നന്നായിരിക്കുക, എല്ലാവരും നന്നായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം സ്നേഹിക്കുക. അതായിരിക്കണം
ഇനിയുള്ള നമ്മുടെ ജീവിതം. അല്ലാതെ അവനങ്ങനെയാണ് ഇവനിങ്ങനെയാണ് എന്നല്ല പറയേണ്ടത്. എല്ലാവരും നന്നായിട്ട് ജീവിക്കുക, സുഖമായിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക, സ്നേഹത്തോടു കൂടി ജീവിക്കുക, പരസ്പരം സഹായിക്കുക, അങ്ങനെയൊക്കെ ജീവിക്കുക. ഇനി അങ്ങനെ പറ്റുള്ളൂ. ഈ ചേച്ചിമാരമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, കറികൾ ഹെൽപ്പ് ചെയ്യുക, കറികൾ നിങ്ങൾക്ക് കറിയില്ലാതെയൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ഒരാളെ കുറ്റം പറയേണ്ടത്. കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്നത്തെ കാലത്ത് കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? എന്തെങ്കിലും കിട്ടണത്? നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കുക, നന്നായിരിക്കുക, നന്നായി ജീവിക്കുക, പറയാനുള്ളത്. അപ്പോൾ ഓക്കെ.